ഉത്തർപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയും കാമുകനും അറസ്റ്റിൽ. ഡിജിറ്റൽ തെളിവുകൾ, സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി കൃത്യം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഗൂഢാലോചനയുടെ ചുരുളഴിച്ചു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ സൂളഗിരി സ്വദേശിയായ രമേശാണ് കൊല്ലപ്പെട്ടത്. പോലീസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 വർഷം മുൻപാണ് രമേശ് ശാന്തിപുരം സ്വദേശിനിയായ 19 വയസ്സുകാരി ഹാസിനിയെ വിവാഹം കഴിച്ചത്. ഈ ദമ്പതികൾക്ക് ഒരു മകളുണ്ട്. ഹൊസൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു രമേശ്. എന്നാൽ ഹാസിനി തന്റെ ബാല്യകാല സുഹൃത്തായ യുഗന്ധർ എന്നയാളുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും ചേർന്നാണ് രമേശിനെ വകവരുത്താൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ച ഗുഡുപള്ളി മണ്ഡലിലെ മല്ലപ്പക്കൊണ്ടയിലുള്ള ശ്രീ മല്ലേശ്വരസ്വാമി ക്ഷേത്രം സന്ദർശിക്കാം എന്ന് പറഞ്ഞാണ് ഹാസിനി രമേശിനെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ചത്. രമേശിനെ നിർബന്ധിച്ചാണ് ഹാസിനി ക്ഷേത്രത്തിലേക്ക് പോകാൻ സമ്മതിപ്പിച്ചതും. യാത്രക്കിടയിൽ ഹാസിനി തന്റെ ഫോണിലൂടെ യുഗന്ധറിന് നിരന്തരം ലൈവ് ലൊക്കേഷനുകൾ പങ്കുവച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ഹിൽ റോഡിലെ 3ാമത്തെ ഹെയർ പിൻ വളവിന് സമീപം വെച്ചാണ് പ്രതികൾ കൃത്യം നടപ്പിലാക്കിയത്. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ഹാസിനി മനഃപൂർവ്വം തന്റെ ഹാൻഡ് ബാഗ് താഴെയിട്ടു. ഇതെടുക്കാനായി രമേശ് മോട്ടോർ സൈക്കിൾ നിർത്തിയപ്പോൾ ഒളിച്ചിരുന്ന യുഗന്ധറും കൂട്ടാളികളും രമേശിനെ പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് ഓടിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ദമ്പതികളുടെ ചെറിയ കുഞ്ഞിന്റെ സാന്നിധ്യത്തിലാണ് ഈ ക്രൂരകൃത്യം നടന്നതെന്നും പോലീസ് പറയുന്നു. സമയമേറെയായിട്ടും മകളും കുടുംബവും തിരികെ എത്താതായതോടെ ഹാസിനിയുടെ അമ്മ പോലീസിനെ സമീപിച്ചതോടെയാണ് കുറ്റകൃത്യം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിസിടിവി ദൃശ്യങ്ങളിൽ രമേശ് ഭാര്യയ്ക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കണ്ടെങ്കിലും പിന്നീട് ഹാസിനി ഭർത്താവിന്റെ ബൈക്കിൽ മറ്റ് 2 പുരുഷന്മാർക്കൊപ്പം പോകുന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മൊബൈൽ ഫോൺ രേഖകളും ലൊക്കേഷൻ വിവരങ്ങളും പരിശോധിച്ച പോലീസ് രമേശിന്റെ മൃതദേഹം കണ്ടെത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു. ഹാസിനിയെയും കാമുകനെയും മറ്റ് 2 കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.